ഹലോ മക്കളെ, നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 5ാം ക്ലാസ്സിൻ്റെ മാത്സിൽ 11ാമത്തെ പാഠമാണ് കേട്ടോ. മലയാളം മീഡിയത്തിനുള്ള ക്ലാസ്സാണ്. സംഖ്യകൾക്കുള്ളിൽ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് എടുത്തിട്ടുണ്ട്. പേജ് 129 വരെ എടുത്തിട്ടുണ്ട്. ഇത് 129 മുതൽ ലാസ്റ്റ് വരെയുള്ള വർക്കുകളാണ് കേട്ടോ ഇതിൽ കാണിക്കുന്നത്. അപ്പം നല്ലപോലെ ചെയ്ത് കാണിക്കുന്നുണ്ട്. മക്കൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും ഒക്കെ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ കൂട്ടുകാർക്ക് ചാനലൊന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളിനി എടുക്കുന്നത് ഘടകം, ഗുണനം, ഹരണം ആ ഒരു ഭാഗം മുതലാണ് കേട്ടോ. ഒരു സംഖ്യയെ ഘടകങ്ങളുടെ ഗുണനഫലമായി പിരിച്ചെഴുതുന്നത് ചില ക്രിയകൾ എളുപ്പമാക്കും. അപ്പം നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരു എളുപ്പ വഴി കൂടെ ഉണ്ട്. അപ്പം നമുക്ക് നോക്കാം. ഉദാഹരണമായിട്ട് ഇവിടെ തന്നിട്ടുള്ളത് 15 ഗുണിക്കണം 12. അതെങ്ങനെയാണ് കണക്കാക്കാൻ നോക്കാം. നമുക്ക് മനസ്സിൽ തന്നെ നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന 15ഉം 12ഉം ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് വലിയൊരു സംഖ്യയായിട്ട് തോന്നും അല്ലേ. പക്ഷേ അത് നമുക്ക് മനസ്സിൽ തന്നെ ചെയ്യാനുള്ള എളുപ്പ രീതിയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ 15 ഗുണിക്കണം 12 ഇങ്ങനെ കാണുമ്പോൾ പെട്ടെന്ന് മക്കൾക്ക് ആൻസർ കണ്ടെത്താൻ പ്രയാസം ഉണ്ടെങ്കിൽ, ചിലവർക്ക് പെട്ടെന്ന് കിട്ടും കേട്ടോ, എന്നാലും പ്രയാസം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഇതിലുള്ള ഇരട്ട സംഖ്യയെ നമ്മൾ എന്ത് ചെയ്യുക? ഇത് ഇരട്ട സംഖ്യ അല്ലല്ലോ, 5 അല്ലേ. അപ്പോൾ അത് അങ്ങനെ തന്നെ എഴുതുക. ഇതിലുള്ള ഇരട്ട സംഖ്യയെ നമ്മൾ ഗുണനഫലമായിട്ട് എഴുതുക. 12ൻ്റെ നമുക്ക് എങ്ങനെ എഴുതാം? 2 6 12 എഴുതിക്കൂടെ. 2 ഗുണിക്കണം 6 2 6 12 അങ്ങനെ എഴുതാലോ. അപ്പം നമുക്ക് ഇതൊന്ന് ബ്രാക്കറ്റിലാക്കിയിട്ട് എഴുതാം. 15 ഗുണിക്കണം 2 ഇൻറ്റു 6 ഗുണിക്കണം 6. അപ്പോൾ 15 2 എത്രയാണെന്ന് എല്ലാവർക്കും അറിയാലോ. എത്രയാ? 10 2 20 ആണ്. 5 2 10 ആണല്ലേ. 15 2 എത്ര? അപ്പോൾ 30 ആണ്. 30 ഗുണിക്കണം 6 ഈ 6 കേട്ടോ, ഇവിടെയുള്ള 6. 30 ഗുണിക്കണം 6. അപ്പോൾ 30 ഗുണിക്കണം 6 എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു 30 30നോട് 30 കൂട്ടുമ്പോൾ 60. അങ്ങനെ നോക്കാതെ എന്ത് ചെയ്യുക? ഈ 3ഉം 6ഉം ഗുണിച്ചാൽ എത്ര കിട്ടും? 3 6 എത്രയാണ്? 3 6 18ആണ്. 18നോട് ഈ ഒരു 0 ഇട്ട് കൊടുത്താൽ മതി. അപ്പം നമുക്ക് എന്ത് കിട്ടി? ആൻസർ കിട്ടി. 15 ഗുണിക്കണം 12 എന്നുള്ളതിൻ്റെ ആൻസർ നമുക്ക് അവിടെ കിട്ടി. എളുപ്പത്തിൽ കിട്ടിയില്ലേ? ഇനി ഈ ക്രിയകൾ ചിത്രരൂപത്തിലും കാണാം. ആദ്യം 12 ഗുണിക്കണം 15 ആണ്. പിന്നെ 12നെ എന്താക്കി? 6 ഭാഗങ്ങളാക്കിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഓരോന്നും 2 ലൈന് വീതമുള്ള 6 ഭാഗങ്ങളാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് 18 ഗുണിക്കണം 16 നോക്കിയാലോ. ഇതിലും എളുപ്പത്തിൽ നമുക്ക് 2 ഭാഗവും ഇങ്ങനെ നമ്പേഴ്സ് വരുന്നതാണെങ്കിൽ എളുപ്പത്തിൽ കണ്ടുപിടിക്കാനുള്ളൊരു വഴിയുണ്ട്. നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ ഇവിടെ 18 ഗുണിക്കണം 16 ആണ് കേട്ടോ തന്നിട്ടുള്ളത്. അപ്പോൾ 18 ഗുണിക്കണം 16 എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനല്ലേ ഒരു പ്രയാസമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 18 സെയിം തന്നെ ഈ 16നെ നമ്മൾ ഘടകങ്ങളാക്കണം. എങ്ങനെയാ? 2 ഗുണിക്കണം 2 എത്ര? 2ൻ്റെ താട്ടാക്കേണ്ടത്. 2 ഗുണിക്കണം 2 എത്രയാ? 4. 4നെ വീണ്ടും 2 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്രയാ? 4 2 8. പിന്നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 8 2 16. ഇതുപോലെ ആക്കിയല്ലോ. ഇനി നമുക്ക് ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ. 18 2 എത്രയാണ്? 36 ആണ്. പിന്നെ 36 2 എത്രയാണ്? 72 ആണ്. 72 2 എത്രയാണ്? 144 ആണ്. 144 2 288 ആണ്. അപ്പോൾ 18 ഇൻറ്റു 16 സമം 288. പെട്ടെന്ന് നമുക്ക് ആ ഒരു ഉത്തരത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റിയല്ലോ. ഇനി നമുക്ക് ചുവടെയുള്ള ഗുണനഫലങ്ങൾ കണക്കാക്കി നോക്കൂ. അപ്പോൾ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. നമുക്കതും കൂടെ ചെയ്ത് നോക്കാം. ആദ്യത്തെ ചോദ്യം എന്താണ്? 12 ഗുണിക്കണം 25 ആണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇതിനെ നമുക്ക് പിരിച്ചെഴുതാം അല്ലേ. എങ്ങനെ എഴുതാം? 6 ഗുണിക്കണം 2 ആണ് എന്ത്? 12 ഇൻറ്റു 25. 6 അവിടെ വെക്കാം. ഈ വലിയ സംഖ്യ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടി 2 25 എത്രയാണ്? 50 ആണ് അല്ലേ. ഇനി നമുക്ക് പെട്ടെന്ന് ഉത്തരം കണ്ടെത്തിക്കൂടെ? 6 ഗുണിക്കണം 50 എന്നാണുള്ളത്. അതിന് നിങ്ങൾ എന്ത് ചെയ്യുക? 6 ഗുണിക്കണം 5 ചെയ്യുക. 6 5 എത്രയാ?
30 എന്നിട്ട് ഈ ഒരു 0 കൂടെ ഇതിലേക്ക് അങ്ങോട്ട് കൊടുക്കുക കേട്ടോ. അപ്പം 300 കിട്ടിയില്ലേ? മനസ്സിലായോ? 6 ഗുണിക്കണം 2 എന്ന് പിരിച്ചെഴുതുക, അതിനെ കൂടെ 25 തന്നെ കൂട്ടുക. അപ്പോൾ 6 അവിടെ വെച്ചിട്ട് വലിയ സംഖ്യ ആദ്യം അങ്ങ് ചെയ്യുക. 2 ഗുണിക്കണം 25 എത്രയാ? 50. അപ്പോൾ 6 ഗുണിക്കണം 50 എന്ന് പറയുന്നത് 6 5 30. 30നോട് ഈ ഒരു 0 ഇട്ടാൽ അതിൻ്റെ ആൻസറായി. 12 ഗുണിക്കണം 25 = 300. രണ്ടാമത്തെ ചോദ്യം 35 ഗുണിക്കണം 18. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 35 ഗുണിക്കണം 18 എന്ന് പറയുന്നത് നമുക്കൊന്ന് പിരിച്ചെഴുതാം അല്ലേ? എങ്ങനെ എഴുതാം? ഏതിൻ്റെ ഗുണനമാണ്? 2 ഗുണിക്കണം 9. 2 9 18 അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുക? ഇനി ഈ 35നെ 2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ എത്ര കിട്ടും? 35 2 എത്രയാ? 70. അല്ലേ? 30 2 60, 5 2 10, 60ഉം 10ഉം 70. അതിനെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? 9 കൊണ്ട് ഗുണിക്കണം. അപ്പം നമുക്ക് എങ്ങനെയാണ് കിട്ടുക? അത് സിമ്പിളല്ലേ? 9 കൊണ്ട് ഗുണിക്കണം. അപ്പം നമ്മൾ നേരത്തെ പഠിച്ചു 79 നോക്കാതെ 7 9 എത്രയാ? 9ൻ്റെയോ 7ൻ്റെയോ ഗുണനങ്ങൾ ചൊല്ലി നോക്കിക്കേ. 7 9 63. 63നോട് എന്ത് ചെയ്യുക? ഈ ഒരു 0, ഈ ഒരു 0 ഇട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ ആൻസറായി 630 ആൻസർ. അടുത്തത് 125 ഗുണിക്കണം 8. അപ്പോൾ നമുക്ക് 125 ഗുണിക്കണം 2 × 4 എന്ന് എഴുതിയെന്ന് വെക്കാം. ഇപ്പോൾ 125 2 എത്രയാ? 100 2 200. 25 2 50. അപ്പോൾ എത്രയായി? 250 അല്ലേ? × 4 സമയം എത്രയാ? 25 4 എത്രയാ മക്കളെ? 25 2 50. 25 3 75. 25 4 100. 100നോട് പിന്നെ എന്ത് ചെയ്യണം? ഈ ഒരു 0 മുകളിലുള്ള ആ ഒരു 0 കൂടെ ഇട്ട് കൊടുക്കണം. മുകളിലുള്ള ആ ഒരു 0 കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ എത്ര കിട്ടി? 1000 കിട്ടി. ഇതിപ്പോൾ സിമ്പിളായിട്ട് ഇങ്ങനെ കിട്ടി. ഇതുപോലെ തന്നെ വേറെ ഒന്നും കൂടെ ചെറുതാക്കിയിട്ട് എങ്ങനെ ചെയ്യാം? ഏതേ ഒരു രീതി ചെയ്താൽ മതി കേട്ടോ. 125 ഗുണിക്കണം ഈ നേരത്തെ നമ്മൾ ഒരു കണക്കിൽ ചെയ്തിട്ടുണ്ട്. ഈ 8 എന്നുള്ളത് നമുക്ക് എങ്ങനെ ചെയ്യാം? 2 ഗുണിക്കണം 2 എത്രയാ? 4 × 2 എത്രയാ? 8 അല്ലേ? 2 ഗുണിക്കണം 2 4, 4 ഗുണിക്കണം 2 8. ഇങ്ങനെ 8നെ പിരിച്ചെഴുതിയാൽ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. 125 2 എത്രയാ? 250. അപ്പോൾ 250 2 എത്ര? 500. 500 2 എത്ര? 1000. ഇങ്ങനെ വേണമെങ്കിലും കണ്ടുപിടിക്കാം കേട്ടോ. ഓരോ 125 ഓരോ 2നോട് ഗുണിക്കുന്ന സമയത്ത് അതിൻ്റെ ഇരട്ടിയായിക്കൊണ്ടിരിക്കും. അടുത്തത് നാലാമത്തേത് 125നെ തന്നെ 24 തന്നിട്ടുള്ളത്. അത് നമുക്ക് എങ്ങനെ പിരിച്ചെഴുതാം? 3 8 24 അല്ലേ? അപ്പം 125 3 എത്രയാണ്? എത്രയാ വരിക മക്കളെ? 100 3 300. 25 3 75. അപ്പം 375 അല്ലേ? ഗുണിക്കണം ഏതിനോടാണ് ഗുണിക്കേണ്ടത്? 8നോട്. 8നെ നമുക്കൊന്ന് പിരിച്ചെഴുതിയാലോ? എന്നാൽ പെട്ടെന്ന് കണ്ടുപിടിക്കാലോ. 375 ഗുണിക്കണം 8 എങ്ങനെയാ? 2 ഗുണിക്കണം 2 ഗുണിക്കണം 2 8 അല്ലേ? 2 2 4, 4 2 8. അപ്പോൾ ഓരോ 2 വെച്ച് ഡബിൾ ആക്കിയാൽ മതി, ഇരട്ടി. 375നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ അതിൻ്റെ ഇരട്ടി എത്രയാണ്? 750. വീണ്ടും 2 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്രയായി? ഈ 2 കൊണ്ട് ഗുണിക്കുമ്പം 1500 വീണ്ടും ഈ 2 കൊണ്ട് ഗുണിക്കുമ്പം 3000 ആയില്ലേ? അപ്പോൾ ആൻസർ ആയില്ലേ? അത് തന്നെ മക്കൾക്ക് ഒന്നും കൂടെ മനസ്സിലാകാൻ വേണ്ടിയിട്ട് 125 ഗുണിക്കണം 24 അല്ലേ? 24. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുക? 125 ഗുണിക്കണം നേരത്തെ ചെയ്ത പോലെ തന്നെ 3 ഗുണിക്കണം 8. എന്നിട്ട് 125 ഗുണിക്കണം 3 ഗുണിക്കണം ഈ 8നെ ഇവിടുന്നേ പിരിച്ചെഴുതുക. ഇനി നമ്മൾ എന്ത് ചെയ്യുക?
നേരെ നമുക്ക് 3 എണ്ണം നോക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 125 ആദ്യം ഇതുകൊണ്ട് ഗുണിക്കുക. അപ്പോൾ എത്രയാണ്? 125 ഗുണിക്കുക 2, അപ്പോൾ ഇരട്ടി. അപ്പോൾ 250 ഇനി 250 ഈ 2 കൊണ്ട്, അപ്പോൾ എത്രയായി? 500 ഇനി 500 ഈ 2 കൊണ്ട്, അപ്പോൾ എത്രയായി? 1000 ഇനി ഇവിടെ ഒരു സംഖ്യ ഗുണിക്കാതെ അവിടെ കിടക്കുന്നുണ്ട് അല്ലേ. 1000 ഈ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 1000 3 എത്ര? 3000. മക്കൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. മക്കൾക്ക് ഏതാണ് എളുപ്പം എന്ന് വെച്ചാൽ ആ രീതിയിൽ നോക്കുക കേട്ടോ. അപ്പോൾ മക്കളെ, അടുത്തത് എന്താണ്? ഇനി ഘടകങ്ങൾ ഉപയോഗിച്ച് ചില ഹരണം എങ്ങനെ എളുപ്പമാക്കാം എന്നതിൻ്റെ ഉദാഹരണം നോക്കാം. ഇതുവരെ നമ്മൾ നോക്കിയത് ഗുണനം എങ്ങനെ എളുപ്പമാക്കാം എന്നല്ലേ, ഘടകങ്ങളാക്കിയിട്ട്. അപ്പോൾ 75 ബിസ്ക്കറ്റ് 15 കുട്ടികൾക്ക് വീതിക്കണം. 75 ബിസ്ക്കറ്റ് 15 കുട്ടികൾക്ക് വീതിക്കണം. പക്ഷേ വീതിക്കുന്നത് എങ്ങനെയായിരിക്കണം? ഒരുപോലെ ആയിരിക്കണം അല്ലേ. അപ്പോൾ ഓരോരുത്തർക്കും എത്ര ബിസ്ക്കറ്റ് കൊടുക്കണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് കണക്കാക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? 75നെ 15 കൊണ്ട് ഹരിക്കുകയാണ് വേണ്ടത്. നേരിട്ട് ഹരിക്കുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഈ 15നെ നമുക്ക് 5 എന്നുള്ളത് 5 ആളുള്ള 3 കൂട്ടങ്ങളാക്കാം. അതായത് അതിൻ്റെ ഗുണിതം എടുക്കാം. നേരത്തെ ഗുണനത്തിൽ എടുത്ത പോലെ തന്നെ 5 പേർ വീതമുള്ള 3 കൂട്ടങ്ങളാക്കാം. എന്നിട്ടോ നമുക്കൊന്ന് ചെയ്ത് നോക്കാം അല്ലേ. ഇവിടെ 75 ബിസ്ക്കറ്റ് 15 കുട്ടികൾക്കാണ് വീതിച്ചു കൊടുക്കേണ്ടത്. അപ്പം നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യാം? 15നെ നമുക്ക് 3 5 15 ഇങ്ങനെ ഘടകങ്ങളാക്കിയിട്ട് എഴുതാം. അപ്പം 75 ഹരിക്കണം 15 ഹരിക്കുകയാണ് കേട്ടോ വേണ്ടത്. നമ്മൾ എത്ര എണ്ണം ഓരോ കുട്ടികൾക്ക് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ 3 5 15 ഓക്കെ അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? 75നെ ആദ്യം നമുക്ക് എന്ത് ചെയ്യുക? 3 കൊണ്ട് ഹരിക്കണം. ഈ 15നെ ഒറ്റയടിക്ക് ഹരിക്കുന്നതിന് പകരം ഓരോന്നിനെ കൊണ്ട് നമുക്ക് ഹരിക്കാം. ആദ്യം 75നെ 3 കൊണ്ട് ഹരിക്കുക. 75 ഹരിക്കണം 3 എത്രയാണ്? 75 3 പ്രാവശ്യം ആക്കിയാൽ എത്രയാ? 25 അല്ലേ. 25 50 75 അങ്ങനല്ലേ. 25. ഇനി ആ 25നെ നമുക്ക് എന്ത് ചെയ്യുക? ബാക്കിയുള്ള ഈ 5 കൊണ്ട് ഹരിക്കാം. അപ്പോൾ എത്ര 5 25? 5 5 25. അപ്പോൾ ഓരോ കുട്ടിക്കും 5 ബിസ്ക്കറ്റ് വീതം കിട്ടും. മനസ്സിലായോ? 3 5 15. ഒറ്റയടിക്ക് 15 ഹരിക്കുന്നതിന് പകരം നമുക്ക് 15നെ ഘടകങ്ങളാക്കിയിട്ട് ഓരോ ഘടകത്തിനെ കൊണ്ടും ഹരിച്ചാൽ ഒരാൾക്ക് എത്ര കിട്ടുമെന്ന് കിട്ടും. 60 മിഠായി 12 പാക്കറ്റിൽ നിറയ്ക്കണം. അപ്പോൾ ഒരു പാക്കറ്റിൽ എത്രയാണെന്ന് കാണാൻ 60നെ 12 കൊണ്ട് ഹരിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 60 ഹരിക്കണം 12നെ നമുക്ക് ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഘടകങ്ങളാക്കാം. 2 ഗുണിക്കണം 6 എന്നാണ് വെക്കാം. അല്ലേ വേണ്ട, ഒന്നും കൂടെ നമുക്ക് ചെറുതാക്കുക. ചെറിയ ഘടകം ഏതാ? 3 ഗുണിക്കണം 4. 3 4 12 അല്ലേ. അപ്പോൾ ആദ്യം 60നെ 3 കൊണ്ട് ഹരിക്കുക. അപ്പോൾ എത്രയാ? 20 അല്ലേ. 20 3 അല്ലേ 60. പിന്നെ 20നെ 4 കൊണ്ട് ഹരിക്കുക. 20 ഹരിക്കണം 4. അപ്പോൾ എത്ര കിട്ടും? 5 കിട്ടും അല്ലേ. 5 4 20. അപ്പോൾ ഒരു പാക്കറ്റിൽ 5 എണ്ണമാണ് ഉണ്ടാവുക. ഇങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഘടകങ്ങളാക്കുന്ന സമയത്ത് എളുപ്പത്തിൽ നമുക്ക് 60 ഹരിക്കണം 12 എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നായിട്ട് ചെയ്ത് നോക്കണം. അതിന് പകരം ഇതുപോലെ എളുപ്പത്തിൽ ചെയ്തെടുക്കാം. ഇനി 60 ഹരിക്കണം 12 എന്നുള്ളത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ നമ്മൾ വേറൊരു ഘടകമാണ്. ഇപ്പോൾ 2 ഗുണിക്കണം 6 കൊടുക്കുന്നതെങ്കിലും നമുക്കിത് ഈ സെയിം ഉത്തരം തന്നെയാണ് കിട്ടുക. ആദ്യം 60നെ ഹരിക്കണം 2 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് എത്ര കിട്ടും? 60ൻ്റെ നേർ പകുതി 30. പിന്നെ മക്കൾ ഓർത്ത് വെക്കുക, ഇവിടെ അത് കൂട്ടത്തിൽ പറയാം. നമ്മളിപ്പം 2 ഗുണിക്കണം 6 എന്ന് ചെയ്യുകയാണെങ്കിൽ 6ൻ്റെ ഇരട്ടിയാണ്. ഏതൊരു സംഖ്യയെയും 2 കൊണ്ട് ഗുണിക്കുന്ന സമയത്ത് അതിൻ്റെ ഇരട്ടിയാണ് കിട്ടുക. ഇനി അതേ സമയത്ത് 6 ഹരിക്കണം 2 ആണെങ്കിൽ ഏതൊരു സംഖ്യയെയും 2 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ അതിൻ്റെ പകുതിയായിരിക്കും കിട്ടുക. ഗുണിക്കുന്ന സമയത്ത് 2 കൊണ്ട് ഗുണിക്കുന്ന സമയത്ത് ഇരട്ടിയും 2 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് പകുതിയുമാണ് കേട്ടോ കിട്ടുക. അതൊന്ന് മക്കൾ അവിടെ ഓർത്ത് വെക്കുക. ഇവിടെ 60 ഹരിക്കണം 2 എന്ന് സമയം പറയുമ്പോൾ 2 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് 60ൻ്റെ പകുതി 30 കിട്ടുക. ഇനി നമ്മൾ 30നെ ഏത് കൊണ്ട് ഹരിക്കണം? 6 കൊണ്ട്. 30 ഹരിക്കണം 6 എത്ര വരും?
5 6 30 അല്ലേ? അപ്പോൾ ഇവിടെ 5. അപ്പോൾ നേരത്തെ കിട്ടിയ 5 അല്ലേ? ഏത് രീതിയിൽ ഘടകങ്ങളാക്കിയാലും ഉത്തരം സെയിം തന്നെയാണ് കേട്ടോ. വേറൊരു ക്രിയ 288 ഹരിക്കണം 16. ഇങ്ങനെ ഒരു നമ്പർ കിട്ടുകയാണെങ്കിൽ 288 ഹരിക്കണം, നമ്മൾ നേരത്തെ ഘടകങ്ങളാക്കിയില്ലേ ഗുണനത്തിൽ, അതുപോലെ 16നെ ഗുണനങ്ങളാക്കുക. 2 × 2 4, 4 × 2 8, 8 × 2 16. ഇതുപോലെ പിന്നെ ഘടകങ്ങളാക്കുക. അതിനുശേഷം നമ്മൾ ഓർത്ത് വെക്കുക, 288നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു 2 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് ഇതിൻ്റെ പകുതിയാണാവുക. അപ്പോൾ ഇതുകൊണ്ട് ഹരിക്കുമ്പോൾ എത്രയായി? ഇതിൻ്റെ പകുതി 144. പിന്നെ അടുത്ത 2 കൊണ്ട് ഹരിക്കുന്ന സമയത്തോ എത്ര കിട്ടും? 144ൻ്റെ പകുതി 70ഉം 72. ഇനി വീണ്ടും അടുത്ത 2 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് എത്ര കിട്ടും? 36. പിന്നെ നാലാമത്തെ 2 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് 18. അപ്പോൾ 18 ആണ് ഉത്തരം കിട്ടുക. അപ്പോൾ 288 ഹരിക്കണം 16 സമം 18 ആണെന്ന് നമുക്ക് എളുപ്പത്തിൽ കിട്ടി. അപ്പോൾ മക്കൾ ഓർത്ത് വെക്കുക, ഓരോ 2 കൊണ്ട് ചെയ്യുന്ന സമയത്തും അതിൻ്റെ പകുതി ആയിട്ടാണ് കേട്ടോ വരിക. താഴെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് അല്ലേ? അത് നോക്കാം. 90നെ 15 കൊണ്ട് ഹരിക്കുക, ഒന്നാമത്തേത് കേട്ടോ. അപ്പം നമുക്ക് എങ്ങനെ ചെയ്യാം? 90 ഹരിക്കണം 15 എന്നുള്ളത് 3 ഗുണിക്കണം 5, ഏതെങ്കിലും ഒരു ഘടകങ്ങളാക്കാം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? അതിങ്ങനെ ഗുണിച്ച് വെക്കരുത് കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം 90നെ 3 കൊണ്ട് ഹരിക്കാം, എന്നിട്ട് ആ ഉത്തരത്തെ 5 കൊണ്ട് ഹരിക്കാം. അപ്പോൾ 90 ഹരിക്കണം 3 എത്രയാ? 90നെ 3 ഭാഗമാക്കിയാൽ 9. എത്ര 3 ആണ് 9 എന്ന് നോക്കിയാൽ മതി. എത്ര 3 ആണ്? 3 3 ആണ് 9. എന്നിട്ട് ഈ 0 ഇട്ട് കൊടുക്കുക. 30 3 ആണ് 90. ഇനി ഈ 30നെ നമ്മൾ ഏത് കൊണ്ട് ഹരിക്കണം? 5 കൊണ്ട് ഹരിക്കണം. എത്ര 5 ആണ് 30? 6 5 ആണ് 30. അപ്പം 90 ഹരിക്കണം 15 സമം എത്രയാണ്? 6 ആണ്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് രണ്ടാമത്തെ ചോദ്യം, 900 ഹരിക്കണം 18. അപ്പം 900 ഹരിക്കണം 18നെ നമുക്ക് 2 9 18 എന്ന് എഴുതാം. അങ്ങനെയെങ്കിൽ 900നെ ആദ്യം നമുക്ക് 2 കൊണ്ട് ഹരിക്കാം. 2 കൊണ്ട് ഏതൊരു സംഖ്യയും ഹരിക്കുമ്പോൾ അതിൻ്റെ പകുതിയായിരിക്കും. അപ്പോൾ എത്രയാ? 450 ആണ്. ഇനി 450നെ ഏത് കൊണ്ട് ഹരിക്കണം? 9 കൊണ്ട് ഹരിക്കണം. അപ്പോൾ എത്ര 9 ആണ്? 45 എന്ന് നോക്കുക. എത്ര 9 ആണ്? 5 9 ആണോ? 1 9 9, 2 9 18, 3 9 27, 4 9 36, 5 9 45. അപ്പോൾ എത്രയാ? 5 9 45. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു 0 കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ 50. അപ്പം 900 ഹരിക്കണം 18 സമം 50 ആൻസർ വരുന്നത്. മനസ്സിലായോ? ഇനി മൂന്നാമത്തെ ചോദ്യം, 160 ഹരിക്കണം 32. അപ്പം 160 ഹരിക്കണം 32നെ ഏത് ഘടകങ്ങളാക്കാം? 4 8 32 അല്ലേ? അത് ചെയ്യാം അല്ലേ? അപ്പം 160നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര കിട്ടും? എത്ര 4 ആണ്? 14 അല്ല 16. 4 4 16 ആണ്. അപ്പം 4 ഈ ഒരു 0 ഇട്ട് കൊടുക്കുക. 40 കിട്ടി. ഇനി 40നെ നമ്മൾ ഏത് കൊണ്ട് ഹരിക്കണം? 8 കൊണ്ട് ഹരിക്കണം. അപ്പോൾ എത്ര 8 ആണ്? 40. 5 8 40. അപ്പം 160 ഹരിക്കണം 32 സമം 5 ആണ്. ഓക്കെ അല്ലേ മക്കളെ? അടുത്ത ചോദ്യം, 168 ഹരിക്കണം 24 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 168നെ 24ന് ഏത് ഘടകങ്ങളാക്കാം? 8 ഗുണിക്കണം 3. 8 3 24 അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 168 ഹരിക്കണം 8നെ നമ്മൾ പഠിച്ചല്ലോ, വീണ്ടും ചെറിയ ഘടകങ്ങളാക്കാം. എങ്ങനെ? 2 ഗുണിക്കണം 2 ഗുണിക്കണം 2.
അല്ലേ? 2 2 4, 4 2 8. അതിനെ നമുക്ക് ഈ ഒരു 3 കൂടെ ഇങ്ങോട്ട് എഴുതാം. ഇങ്ങനെ ചെയ്യാം. അപ്പം നമുക്ക് എളുപ്പത്തിൽ കാണാൻ പറ്റും അല്ലേ? അപ്പോൾ എങ്ങനെയാണ് 168നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ അതിൻ്റെ നേർ പകുതി എത്ര കിട്ടും? 160ൻ്റെത് എത്രയാണ്? 80 അപ്പോൾ 84 പകുതി. ഇനി ഇതിനെ കൊണ്ട് ചെയ്തപ്പോൾ 84. ഇനി ഇതിനോട് ചെയ്യുന്ന സമയത്ത് എത്ര കിട്ടും? 80ൻ്റെ പകുതി 40ഉം 4ൻ്റെ പകുതി 2ഉം 42. ഇനി ഇതിനോട് ചെയ്യുമ്പോൾ ഏത് കിട്ടും? 40ൻ്റെ പകുതി 20ഉം 21. ഇനി 21നെ 3 കൊണ്ട് ചെയ്യുന്ന സമയത്ത് എത്ര 3 21? 1 7 7 14 3 7 21. അപ്പോൾ ഇവിടെ 7 കിട്ടും ആൻസർ. ആൻസർ 7 കിട്ടും. അപ്പം 168 ഹരിക്കണം 24 സമം 7 മക്കൾക്ക് മനസ്സിലായോ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ 210 ഹരിക്കണം 42. അപ്പം 210 ഹരിക്കണം നമുക്ക് എങ്ങനെ ഘടകങ്ങളാക്കാം? 7 6 42 അല്ലേ? അപ്പോൾ അതെഴുതാം. ഇനി 210നെ ആദ്യം 7 കൊണ്ട് ഹരിക്കാം. അപ്പോൾ എത്ര കിട്ടും? അപ്പോൾ ആദ്യം 21 നോക്കാം. 21 എത്ര 7 21? 3 7. അപ്പോൾ നമുക്കതിൻ്റെ ആ ഒരു 0 ഇട്ട് കൊടുക്കാം. ഇനി 30നെ ഏത് കൊണ്ട് ഹരിക്കണം? ബാക്കിയുള്ള 6 കൊണ്ട് ഹരിക്കണം. എത്ര 6 30? 5 6 30. അപ്പം 210 ഹരിക്കണം 42 സമം 5 ആൻസറായിട്ട് വരുന്നത്. ഇതിന് പകരം മക്കൾക്ക് ഇതിൻ്റെ 42 കിട്ടുന്ന വേറെ ക്രിയകളും ചെയ്യാം. അതൊന്നും നമുക്ക് നോക്കാം. ഈ 7 × 6 എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടൊന്ന് മായ്ച്ചിട്ട് 21 ഗുണിക്കണം 2. 21 ഗുണിക്കണം 21നെ 2 കൊണ്ട് ഗുണിച്ചാൽ അതിൻ്റെ ഇരട്ടിയാണല്ലോ 42. ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടെ എളുപ്പത്തിൽ 21ൽ എത്ര 21 പോകുന്നുണ്ട്? 1. അപ്പോൾ ഈ 0 ഇട്ട് കൊടുക്കുക. 21നെ 210നെ 21 കൊണ്ട് ഹരിക്കുമ്പോൾ 10. വീണ്ടും ആ 10നെ നമുക്ക് ഏത് കൊണ്ട് ഹരിക്കണം? 2 കൊണ്ട്. അപ്പോൾ എത്ര കിട്ടി? 5. ഈ രീതിയിലും വേണമെങ്കിൽ മക്കൾക്ക് ചെയ്യാം. ഇനി ഇവിടെ പൊതുഘടകങ്ങളാണ്. കഴിഞ്ഞ ഭാഗത്തിലെ അവസാനത്തെ കണക്ക് എങ്ങനെയാണ് ചെയ്തത്? ഇങ്ങനെ ആലോചിക്കാൻ ഇവിടെ തന്നിട്ടുള്ളത് നോക്കിക്കേ. അത് ഞാനിവിടെ ഒന്ന് ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊന്നും കൂടെ കൂടുതൽ മനസ്സിലാവും. നേരത്തെ ചെയ്ത 210 ഹരിക്കണം 42ൻ്റെ പൊതുഘടകം നോക്കാം. അപ്പോൾ 42 നമുക്ക് എങ്ങനെ എഴുതാം? 6 ഗുണിക്കണം 7 എന്ന് എഴുതാം. 6 7 42. അപ്പോൾ 6 നമുക്ക് 2 ഗുണിക്കണം 3 എന്ന് എഴുതാം. ഇങ്ങനെ വിഭജിച്ചിട്ട് എഴുതാം അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 210നെ 2 കൊണ്ട് ഹരിക്കുമ്പം 105 കിട്ടും. പിന്നെ 42നെ 2 കൊണ്ട് ഹരിക്കുമ്പം 21 കിട്ടും. ഇനി അടുത്തത് ഈ 3 കൊണ്ട് 105നെ ഹരിക്കുമ്പം 35 കിട്ടും. 3 കൊണ്ട് തന്നെ 21നെ ഹരിക്കുമ്പോൾ 7 കിട്ടും. 35നെ പിന്നെ നമ്മൾ ഏതുകൊണ്ട് ഹരിക്കണം? 7 കൊണ്ട്. അപ്പോൾ 5 കിട്ടും. പിന്നെയോ 7 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് 7ൽ ഒരു 7 അല്ലേ? അപ്പോൾ ആൻസർ 5. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഇതിൻ്റെ പൊതുഘടകങ്ങളാണ്. 2ലും പോകുന്ന ഘടകങ്ങളാണ്. ഏത്? 2 3 7 അല്ലേ? 210ൻ്റെയും 42ൻ്റെയും പൊതുഘടകങ്ങളാണ്. അപ്പോൾ 2ഉം 3ഉം 7ഉം. മറ്റൊന്നും കൂടെ നോക്കാം. അടുത്തത് 168 ഹരിക്കണം 24. ഇതിലെ പൊതുഘടകങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ 168 ഹരിക്കണം 24. 24നെ നമുക്ക് എങ്ങനെയാക്കാം? 8 ഗുണിക്കണം 3 ഇങ്ങനെ ഘടകങ്ങളാക്കാം. 168 ഹരിക്കണം 8 ഗുണിക്കണം 3. 8 3 24. 8നെ നമുക്ക് വീണ്ടും എങ്ങനെ ഘടകങ്ങളാക്കാം? 2 4 8. 8 ഗുണിക്കണം ഈ 3 തന്നെ അല്ലേ? അപ്പോൾ 168ൻ്റെയും 24ലും ഒരേപോലെ പോകുന്ന ഘടകങ്ങളാണ് ഏതൊക്കെ? 2ഉം 4ഉം 3ഉം പൊതുഘടകങ്ങൾ. 2ൻ്റെയും പൊതുഘടകങ്ങൾ ഇത് അതിൽ പോകുന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടു അല്ലേ? അപ്പോൾ 2ൻ്റെയും പൊതുഘടകങ്ങളാണ് 2 4 3 എന്നിവ. ഇനി 2 സംഖ്യകൾ തമ്മിൽ ഹരിക്കുന്ന സമയത്ത് അതിലുള്ള പൊതുഘടകങ്ങൾ ഒഴിവാക്കിയാൽ നമുക്കതിൻ്റെ ഹരണഫലം കിട്ടും. ഉദാഹരണത്തിന് നമുക്ക് നോക്കാം. 90 ഹരിക്കണം 18. അപ്പോൾ 90നെ നമുക്ക് എങ്ങനെ എഴുതാം?
5 9 45 അതിനോട് 2 ഗുണിക്കുന്ന സമയത്ത് 90 കിട്ടി. ഇനി 18നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 ഗുണിക്കണം 18 അല്ല 2 ഗുണിക്കണം 9 18. നോക്കിക്കേ, 90ഉം 18ഉം അല്ലേ. 5 ഗുണിക്കണം 9 45. അതിനെ 2 കൊണ്ട് ഗുണിക്കുന്ന സമയത്ത് 90 കിട്ടും. 18ന് 2 9 18. ഇതിൽ 2 ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, അത് ഒഴിവാക്കുക. ഇവിടെ 9 ഉണ്ട്, ഇവിടെയും 9 ഉണ്ട്, അതും ഒഴിവാക്കുക. ബാക്കി എത്രയാണ്? 5. അപ്പോൾ 90 ഹരിക്കണം 18 എന്ന് പറയുന്നതിൻ്റെ ആൻസർ 5 ആയിരിക്കും. പൊതുഘടകങ്ങൾ ഒഴിവാക്കിയാൽ ഹരണഫലം കിട്ടും. ഇനി ചുവടെയുള്ള ഹരണക്രിയകൾ പൊതുഘടകങ്ങൾ ഒഴിവാക്കിയിട്ട് ചെയ്തു നോക്കാനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം 600 ഹരിക്കണം 150. അപ്പോൾ നമുക്ക് പൊതുഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 10 ഗുണിക്കണം 5. അപ്പോൾ എത്രയായി? 10 5 50 ആയി. 50 ഗുണിക്കണം 3 അല്ലേ. അപ്പോൾ എത്രയായി? 150 ആയി. 150നെ 4 കൊണ്ട് ഗുണിക്കുമ്പം എത്രയായി? 600 ആയി. ഇനി 150 എങ്ങനെ എഴുതാം? 10 ഗുണിക്കണം 5 50 ആയി. 50 ഗുണിക്കണം 3 150 ആയി. അപ്പോൾ ഇതിൽ 10 10 5 5 3 3 ഇത് 3ഉം എന്താണ്? പൊതുഘടകമാണ്. ഇതിലില്ലാത്ത ഈ 4ആണ് ഇതിൻ്റെ ഹരണഫലമായിട്ട് വരുന്നത്. അപ്പം നമുക്കത് ആൻസർ ശരിയാണോ എന്ന് നോക്കാം അല്ലേ. ഇവിടെ 600 ഹരിക്കണം 150 എന്നുള്ളത് ഇങ്ങനെ ഘടകങ്ങൾ ആക്കി നോക്കിയപ്പോൾ 4 ആൻസർ കിട്ടി. അപ്പോൾ നമുക്കത് ശരിയാണോ എന്നാണ് നമ്മൾ നോക്കുന്നത്. 600 ഹരിക്കണം 150 എന്നുള്ളത് 150 എന്നുള്ളത് നമുക്ക് എന്തെഴുതാം? 10 ഗുണിക്കണം 15 150 കേട്ടോ. 15ൻ്റെ കൂടെ 10ൻ്റെ 0 ഇട്ടാൽ 150. 10 ഗുണിക്കണം 15 150. അതിനെ നമുക്ക് വീണ്ടും ഘടകങ്ങളാക്കാം. 10 ഗുണിക്കണം 5 ഗുണിക്കണം 3 ഇതുപോലെ ആക്കാം. അപ്പോൾ നമുക്കിനി ഓരോന്നിനെയും 600 കൊണ്ട് ഹരിക്കണം. 600നെ ആദ്യം 10 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര കിട്ടും? 60 അല്ലേ. 60 10 600. ഇനി 60നെ 5 കൊണ്ട് ഹരിക്കുമ്പം എത്ര കിട്ടും? 5 6 30. എത്ര 5 10 5 50. 12 5 60. ഇനി 12നെ ഏത് കൊണ്ട് ഹരിക്കണം? 3 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് 4 3 12 എന്ന് കിട്ടും. പല രീതിയിലും ചെയ്യാം. അപ്പോൾ നമുക്ക് ആൻസർ ഫസ്റ്റ് ചെയ്ത അതേ ആൻസർ തന്നെ കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ പൊതുഘടകങ്ങൾ ഏതൊക്കെയാണ്? 10 5 3 അല്ലേ. അപ്പോൾ നമുക്ക് 900 ഹരിക്കണം 180 ഘടകങ്ങളാക്കി നോക്കാം അല്ലേ. 5 9 45 ഗുണിക്കണം 2 എത്രയാണ്? 45 2 90. 90നെ 10 കൊണ്ട് ഗുണിക്കുമ്പം 900. ഇനി 180നെ നമുക്ക് എങ്ങനെ നോക്കാം? 2 9 18. 18നെ 10 കൊണ്ട് ഗുണിക്കുമ്പം 180. അപ്പോൾ 180. അപ്പോൾ ഇതിലില്ലാത്തത് ഏതാണ്? 9 2 10 ഇതിലുണ്ട്. 9 2 10 ഇവിടെയുണ്ട്. ഇവിടെ ഇല്ലാത്തത് 5. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസറായിട്ട് ഹരണഫലമായിട്ട് 5 വരേണ്ടത്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ. 900 ഹരിക്കണം 180. അപ്പോൾ നമുക്ക് 180നെ എങ്ങനെ എഴുതാം? ഇവിടെ എഴുതിയതുപോലെ തന്നെ 2 × 9 × 10 അങ്ങനെ ഘടകങ്ങളാക്കാം. എന്നിട്ട് 900നെ ആദ്യം 2 കൊണ്ട് ഹരിക്കുമ്പം 450 കിട്ടും. 450നെ വീണ്ടും ഏത് കൊണ്ട് ഹരിക്കണം? 9 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് അല്ലേ. 5 9 45. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ എത്രയായി? 50 കിട്ടും. വീണ്ടും 50നെ ഏത് കൊണ്ട് ഹരിക്കണം? 10 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് ആൻസറായിട്ട് 5 കിട്ടും. മനസ്സിലായോ? അപ്പം നമ്മളിവിടെ ചെയ്ത പൊതുഘടകങ്ങൾ ഒഴിവാക്കിയാൽ കിട്ടുന്ന ഈ നമ്പർ തന്നെയാണ് ഹരണഫലമായിട്ട് വരുന്നത്. 225 ഹരിക്കണം 75. അപ്പം 3 25 75 അല്ലേ. അപ്പം നമുക്ക് ചെയ്ത് നോക്കാം. 225നെ ആദ്യം 25 കൊണ്ട് ഹരിക്കുക എന്ന് കൂട്ടുക. 25 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ 10 25
250. അപ്പോൾ അതിലൊരു 25 കുറച്ചാൽ 9 25 225 ഇനി 9നെ എന്ത് ചെയ്യാം 3 കൊണ്ട് ഹരിക്കാം. അപ്പോൾ എത്ര കിട്ടും 3 3 9. അപ്പോൾ 3 ആൻസർ കിട്ടും. ഇത് നേരെ നമുക്ക് തിരിച്ചിട്ടും വേണമെങ്കിൽ ചെയ്യാം. എങ്ങനെയാ വെച്ചാൽ ഫസ്റ്റ് നമുക്ക് 225നെ ഈ 3 കൊണ്ട് ഹരിക്കാം. 3 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് എത്ര കിട്ടും 75 അല്ലേ. അപ്പോൾ ഇവിടെ 225നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ 75 കിട്ടും. 3 75 എന്ത് 225. ഇനി 75നെ ഏത് കൊണ്ട് ഹരിക്കണം 25 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് 3 കിട്ടും. ഇത് ഫസ്റ്റ് ഏത് ചെയ്താലും ആൻസർ കണക്കായിരിക്കും കേട്ടോ. ഇവിടെ പൊതുഘടകവും അതുപോലെ തന്നെ ഹരണഫലവും സെയിം ആണ് കേട്ടോ. 3 × 25 3 ഇതിൽ രണ്ടിലും 3 വരുന്നുണ്ട്. അടുത്തത് 420 ഹരിക്കണം 105 അപ്പം 105ൽ നമുക്ക് എങ്ങനെ ഘടകങ്ങളാക്കിയിട്ട് എഴുതാം. ഇവിടെ 5 ഉണ്ട് അല്ലേ. അപ്പം നമുക്ക് 105നെ 5 കൊണ്ടൊന്ന് ഹരിച്ച് നോക്കാം. 105 അപ്പോൾ 5 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് 2 5 10 ബാക്കി ഇവിടെ 5 ഒരു 5 5. അപ്പോൾ എത്ര 5 ഉണ്ട് 21. അപ്പോൾ 5 ഗുണിക്കണം 21 എന്ത് 105. അപ്പം നമുക്ക് അവിടെ ചെയ്ത് നോക്കാം. 420 ഹരിക്കണം 5 സമം 420നെ 5 കൊണ്ട് ഹരിക്കുമ്പം എത്ര കിട്ടും നമുക്കിവിടെ ഒന്ന് ജസ്റ്റ് ചെയ്ത് നോക്കാം. 420 ഹരിക്കണം 5 അപ്പോൾ എത്രയാണ് 42ൽ 8 5 40 ബാക്കി ഇവിടെ 2 0 ഇറക്കിയിടുന്നു. പിന്നെ 4 5 20. അപ്പോൾ ഇവിടെ 84 കിട്ടുന്നത്. ഇനി 84ൽ ഏത് കൊണ്ട് ഹരിക്കണം 21 കൊണ്ട് ഹരിക്കണം. അപ്പോൾ എത്ര കിട്ടും 84നെ 21 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് എത്രയാ മക്കളെ 4 ചെയ്യണമെന്നില്ല അല്ലേ. 4 21 എന്ത് പിന്നെ 84. 4 20 80 4 1 4 കേട്ടോ. അപ്പോൾ ഇവിടെ 4 ആൻസർ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ പൊതുഘടകങ്ങൾ ഏതൊക്കെയാണ് 5ഉം 21 ആണ്. ഇനി നമുക്ക് 420നെ നമുക്ക് എങ്ങനെ എഴുതി നോക്കാം. 5 ഗുണിക്കണം 21 × 4 എന്നാണ് നമ്മൾ 420നെ എഴുതുക. അത് ഫസ്റ്റ് എഴുതാൻ വിട്ടുപോയിട്ടോ. 5 21 105 105 4 420. അപ്പോൾ അതിൻ്റെ പൊതുഘടകമല്ലാത്ത ഈ 4 അതിൻ്റെ ഹരണഫലമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ മക്കളെ ഈ ഒരു പാഠഭാഗം ഇത്രയാണുള്ളത്. മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മടിക്കരുത്. അപ്പോൾ നമുക്ക് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.